നെതന്യാഹു ശരിക്കും കൊല്ലപ്പെട്ടു. പുതിയ വീഡിയോ AI നിർമ്മിതമാണ് എന്ന് ഗ്രോക്ക് വിളിച്ചതിന് പിന്നാലെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലും വലിയ ചർച്ചയാണ്. 2 ദിവസം മുമ്പ് നെതന്യാഹുവിന്റെ ഒരു വീഡിയോ വന്നതിൽ 6 വിരൽ എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ വന്നിരുന്നു. അത് AI നിർമ്മിതമാണ് തുടങ്ങിയ ആരോപണങ്ങൾ വന്നു. നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന വ്യാപകമായ പ്രചരണം ഉണ്ടായി. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന് ഒരു വഴിത്തിരിവാകുമായിരുന്നു അത്. അതായത് ഏറ്റവും നിർണായക നിമിഷങ്ങളിൽ ഒന്നാകുമായിരിക്കും അത്. പക്ഷേ അത് അങ്ങനെ അല്ലെന്നും നെതന്യാഹു ഓക്കെ ആണെന്നും പറയാനായി പുതിയൊരു വീഡിയോയുമായി നെതന്യാഹുവിന്റെ ഒഫീഷ്യൽ പോസ്റ്റിൽ അദ്ദേഹം ട്വിറ്ററിലും മറ്റും പങ്കുവച്ചു. ആ വീഡിയോ വ്യാജമാണ് എന്നാണ് ഇപ്പോൾ ഗ്രോക്ക് പറയുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ പലരും അത് ചൂണ്ടിക്കാണിക്കും. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. യഥാർത്ഥത്തിൽ ഈ വീഡിയോകൾ വരുമ്പോൾ കൂടുതൽ സംശയം ജനിപ്പിക്കുകയാണ് അത് ചെയ്യുന്നത്. കാരണം ആ വീഡിയോ ഫേക്ക് ആണെങ്കിൽ എന്തിനാണ് ഈ ഫേക്ക് വീഡിയോ ഇടുന്നത് എന്ന പ്രസക്തമായ ചോദ്യം വരും. നമുക്ക് നെതന്യാഹുവിന്റെ ആ വീഡിയോയും കാണാം, അതോടൊപ്പം ന്യൂസ് 18 അതിനെക്കുറിച്ച് കവർ ചെയ്ത കാര്യവും കാണാം. എന്തുകൊണ്ടാണ് ന്യൂസ് 18ഉം റിപ്പബ്ലിക്കും ഞാൻ സ്ഥിരം എടുക്കുന്നതെന്ന് പറയുന്നത്, കാര്യം നമ്മുടെ റൈറ്റ് വിങ്ങിന്, ഇന്ത്യയിലെ വലതുപക്ഷത്തിനും കൂടി ഒരു ബാലൻസും മറ്റും ഈ കാര്യത്തിന് വേണം എന്നുള്ളത് കൊണ്ടാണ്. ആദ്യം നമുക്ക് നെതന്യാഹുവിന്റെ വീഡിയോ തന്നെ കാണാം. നെതന്യാഹു പങ്കുവച്ച എക്സ് അഥവാ ട്വിറ്ററിൽ പങ്കുവച്ച നെതന്യാഹുവിന്റെ വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കാണാം. അപ്പൊ അതിൽ വളരെ തമാശ രൂപേണ ഐ എം ഡൈയിങ് ഫോർ കോഫി, ഞാൻ കാപ്പിക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ മരിക്കുന്നത്, കാപ്പിക്ക് വേണ്ടിയാണ്, ഐ എം ഡൈയിങ് ഫോർ കോഫി എന്ന അർത്ഥത്തിലൊക്കെ പറയുന്നുണ്ട്. ശ്രദ്ധിക്കണേ, ഇത് നിങ്ങൾക്ക് സൂക്ഷിച്ച് കാണാമെങ്കിൽ യഥാർത്ഥത്തിൽ ഈ കപ്പിൽ നിന്ന് കോഫി തുളുമ്പുന്നില്ല. അത് ഈ രീതിയിൽ വരുന്നു. ഇതൊക്കെയാണ് ആൾക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. നമുക്ക് അതിന്റെ സത്യവും വെരാസിറ്റിയും നോക്കാം. ഈ കോഫി തുളുമ്പി താഴെ വീഴുന്നില്ല, ഒരു സിപ്പ് പോലും താഴെ പോകുന്നില്ല. അപ്പൊ ഇതൊരു ഡീപ് ഫേക്കിന്റെ ലക്ഷണമാണ് എന്ന് ചില ആൾക്കാർ പറയുന്നു. ഇനി അടുത്തത്, അദ്ദേഹം കാപ്പി കുടിക്കുമ്പോൾ നോക്കിക്കൊള്ളുക. തനിക്ക് 5 വിരലുകൾ ഉണ്ടെന്നും 6 വിരലുകൾ അല്ലാന്നും ഒക്കെ തമാശയാണ് അദ്ദേഹം പറയുന്നത്. അടുത്ത എന്നിട്ട് ഇത് കുടിക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. കുടിക്കുമ്പോൾ ഇതിന്റെ അളവ് കുറയുന്നില്ല. അറ്റം വരെ ഉണ്ടായിരുന്നു കോഫി, പക്ഷെ കുടിച്ചതിന് ശേഷവും ആ കോഫിയുടെ അളവ് കുറയുന്നില്ല. ഇതെല്ലാം കാരണം ഇത് ഡീപ് ഫേക്ക് ആണ് എന്നൊരു ആരോപണമാണ് പല ആൾക്കാരും മുമ്പോട്ട് വെക്കുന്നത്. ഗ്രോക്ക് അടക്കം, ഗ്രോക്ക് ഒരു AI നിർമ്മിത ബുദ്ധി തന്നെ കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു എഞ്ചിനാണ്, എലോൺ മസ്കിന്റെയാണ്. അതടക്കം ഇത് ഡീപ് ഫേക്ക് ആണ് എന്ന് പറയുന്നു. പിന്നെ ചില ആൾക്കാർ, ഞാൻ അതിന്റെ ഫുള്ള് വെരിഫൈ ചെയ്തു. കാര്യം ഈ വിഷയത്തിൽ നമുക്ക് നിഷ്പക്ഷത ആവശ്യമാണ്, വസ്തുനിഷ്ഠത ആവശ്യമാണ്. ഇതിലെ കോഫി പുള്ളി കുറച്ച് സിപ്പ് ചെയ്തിട്ടും അതിന്റെ അളവ് കുറയുന്നില്ല. പിന്നീട് ഈ കൗണ്ടറിൽ ഉള്ളതിന്റെ ഡേറ്റ് 2024 എന്ന് ചില ആൾക്കാർ ക്ലെയിം ചെയ്യുന്നുണ്ട്. അത് വസ്തുതയല്ല. സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ 2026 ആണെന്ന് തന്നെ കാണാം. അപ്പൊ അങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന, ഹീബ്രു ഭാഷയിലടക്കം സംസാരിക്കുന്ന നെതന്യാഹുവിന്റെ വീഡിയോ ആണ് കാണുന്നത്. പക്ഷെ ഇതിനെതിരെ വ്യാപക വിമർശനങ്ങളും മറ്റും ഉയരുകയും നെതന്യാഹുവിന്റെ വീഡിയോയുടെ താഴെ തന്നെ ഇത് ഫേക്ക് ആണോ അല്ലയോ എന്നൊരു ചോദ്യം വരുന്നു. ആ ഫേക്ക് ആണോ എന്ന ചോദ്യത്തിന് ഗ്രോക്ക് ലേബൽ ചെയ്യുന്നത് അത് ഫേക്ക് ആണ് എന്നാണ്. അപ്പോ NDTV അടക്കമുള്ള മാധ്യമങ്ങൾ, വളരെ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ, ഗ്രോക്ക് കോൾസ് ഇറ്റ് ഡീപ് ഫേക്ക്. ഇത് ഡീപ് ഫേക്ക് വീഡിയോ ആണ്, ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലുള്ള ഡീപ് ഫേക്ക് വീഡിയോ ആണെന്ന് ഗ്രോക്ക് പറഞ്ഞതായി NDTV അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് വളരെ കോൺട്രവേഴ്ഷ്യൽ ആണ്. കാര്യം ഈ ഡീപ് ഫേക്ക് ഒക്കെ നമ്മുടെ ലോകത്തെ എങ്ങനെ മാറ്റും? ടോം ക്രൂസിന്റെ അവസാന സിനിമ ഇതേപോലൊരു വിഷയത്തെ, മിഷൻ ഇമ്പോസിബിളിന്റെ അവസാന സീരീസ് ഇതേപോലൊരു വിഷയത്തെ ആസ്പദമാക്കിയതായിരുന്നു. കാരണം അതിൽ നമ്മുടെ റിയാലിറ്റിയെ ഓൾട്ടർ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ്. ഗ്രോക്ക് പറയുന്നത് ഇറ്റ് ഈസ് AI ജനറേറ്റഡ് എന്നാണ്. അത് AI ജനറേറ്റഡ് വീഡിയോ ആണ്, ഡീപ് ഫേക്ക് ഓഫ് ബെഞ്ചമിൻ നെതന്യാഹു എന്നാണ്. ഈ ഡീപ് ഫേക്ക് വെച്ച് നാളെ എത്രയോ സ്ത്രീകളുടെ മോശകരമായ, അല്ലെങ്കിൽ എന്താ പറയുക, എക്സ്പ്ലിസിറ്റ് വീഡിയോസ് ഉണ്ടാക്കാം. നമുക്കൊന്നും അറിയാൻ പോലും പറ്റാത്ത രീതിയിൽ ഡീപ് ഫേക്ക് ആക്കും. ഇതിനെ കപ്പ് ഡിഫൈയിങ് ഗ്രാവിറ്റി എന്നൊക്കെ പറയുന്നുണ്ട്.
100% ഷുവർ, യെസ് 100% ഷുവർ ഇറ്റ്സ് ആൻ അഡ്വാൻസ്ഡ് AI ഡീപ് ഫേക്ക്. അത് അഡ്വാൻസ്ഡ് ആയ ഒരു AI ഡീപ് ഫേക്ക് ആണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ ആ കോഫി ഷോപ്പിന്റെ ആൾക്കാർ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് നെതന്യാഹു കാപ്പി കുടിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോയും മറ്റും ഇട്ടിട്ടുണ്ട്. ആ ഫോട്ടോകൾ ശരിയാണോ, പണ്ടത്തെ ആണോ, പുതിയതാണോ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഒരു കോൺട്രവേഴ്സിയിലാണ് ഇപ്പോൾ. ദൈവത്തിനെ അറിയാവോ ഏതാണ് സത്യം ഏതാണ് മിഥ്യ എന്ന്. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. ഇങ്ങനത്തെ ഒരു ലോകത്തിലാണ് NDTV അടക്കമുള്ള പ്രമുഖ മാധ്യമങ്ങൾ ഇത് ഫേക്ക് ആണ് എന്ന് ഗ്രോക്ക് വിളിച്ചതിന്റെ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഫേക്ക് ആണോ എന്നറിയില്ല. ന്യൂസ് 18ന്റെ നല്ലൊരു റിപ്പോർട്ടായിരുന്നു. AI ചതിച്ചോ എന്ന ചോദ്യത്തിലാണ് അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ യുദ്ധം നടക്കുന്നത് ആയുധങ്ങൾ വെച്ച് മാത്രമല്ല എന്ന് വളരെ ക്ലിയർ ആയിട്ടാണ് പറയുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ. ആധുനിക യുദ്ധങ്ങൾ വെറും മിസൈലുകളിലോ ഡ്രോണുകളിലോ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. അത് വാർത്താ മാധ്യമങ്ങളിലും അതിലുപരി ഇന്റർനെറ്റിലെ ഓരോ ചലനങ്ങളിലുമാണ്. ഇൻഫർമേഷൻ വാർഫെയർ, പ്രൊപ്പഗാൻഡ വാർഫെയർ. സംഘർഷം അതിന്റെ ഉച്ചസ്ഥായിൽ നിൽക്കുമ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കിയത് ഒരു കപ്പ് കാപ്പിയിലേക്കാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മരിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ ഇറാനിയൻ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് ഈ സംഭവങ്ങളുടെ തുടക്കം. താൻ ജീവനോടെയുണ്ട് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ നെതന്യാഹു ജെറുസലേമിലെ ഒരു കഫയിലെത്തി കാപ്പി കുടിക്കുന്ന വീഡിയോ പുറത്തുവിട്ടു. എന്നാൽ ഇതൊരു പുതിയ വിവാദത്തിന് അഥവാ കോഫി ഗേറ്റ് എന്നറിയപ്പെടുന്ന സംശയങ്ങളുടെ പരമ്പരയ്ക്കാണ് വഴിതെളിഞ്ഞത്. നെതന്യാഹുവിന്റെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം പേജിൽ പ്രത്യക്ഷപ്പെട്ട വീഡിയോയിൽ അദ്ദേഹം തന്റെ സഹപ്രവർത്തകർക്കൊപ്പം കാപ്പി കുടിക്കുകയും കോഫിയുടെ അളവ് കുറയുന്നില്ല പറയുകയും ചെയ്യുന്നുണ്ട്. ഹീബ്രു ഭാഷയിലുള്ള ക്യാപ്ഷനിൽ ഞാൻ എന്താണെന്നാണ് അവർ പറയുന്നത് എന്ന പരിഹാസ ചോദ്യവും അദ്ദേഹം ഉയർത്തിയിരുന്നു. എനിക്ക് കാപ്പിയോട് ഭ്രാന്താണ്, അതുപോലെ എന്റെ ജനങ്ങളോടും എന്നർത്ഥം വരുന്ന പദപ്രയോഗത്തിലൂടെ തന്റെ മരണ വാർത്തകളെ അദ്ദേഹം പുച്ഛിച്ചു തള്ളി. ഹീബ്രു ഭാഷയിൽ മരിച്ചു എന്ന വാക്കിന് ഭ്രാന്തമായ ഇഷ്ടം എന്നർത്ഥം കൂടി ഉള്ളതിനാലാണ് അദ്ദേഹം ഇത്തരം ഒരു വാചകം ഉപയോഗിച്ചത്. എന്നാൽ ഈ വീഡിയോ പുറത്തു വന്ന നിമിഷം മുതൽ ഇന്റർനെറ്റിലെ ഡിറ്റക്റ്റീവുകൾ ഇതിലെ ഓരോ ചലനവും നിരീക്ഷിക്കാൻ തുടങ്ങി. അവർ കണ്ടെത്തിയ കാര്യങ്ങൾ ലോകത്തെ വീണ്ടും ആശയക്കുഴപ്പത്തിലാഴ്ത്തി. സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ ഉയർത്തുന്ന ഏറ്റവും വലിയ ചോദ്യം കഫയിലെ ക്യാഷ് രജിസ്റ്റർ സ്ക്രീനിനെ കുറിച്ചാണ്. വീഡിയോയിലെ ഒരു ദൃശ്യം ക്യാഷ് കൗണ്ടറിലെ സ്ക്രീനിൽ മാർച്ച് 13, 2024 എന്ന തീയതി തെളിഞ്ഞു കാണുന്നുണ്ടെന്ന് ചിലർ വാദിക്കുന്നു. ആ ക്യാഷ് കൗണ്ടറിലാണ്. അത് വളരെ സൂക്ഷിച്ചു നോക്കിയ 2024 അല്ല, 2026 തന്നെയാണ്. ഞാനത് ക്രോസ് ചെക്ക് ചെയ്തു. 2024 അല്ല. അതിന് എനിക്ക് ക്ലിയർ ആയിട്ടൊരു ഉത്തരവുണ്ട്. പക്ഷേ ഈ കാപ്പിയുടെ അളവ് കുറയാത്ത എന്താന്ന് എനിക്കറിയില്ല. 2026 നടക്കുന്ന ഒരു സംഭവത്തിന്റെ വീഡിയോയിൽ എങ്ങനെ 2 വർഷം പഴക്കമുള്ള തീയതി വന്നു എന്നതാണ് ഇവരുടെ പ്രധാന ചോദ്യം. ഇതൊന്നുകിൽ പഴയ വീഡിയോ അത് ശരിയല്ല, അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി അതായത് AI ഉപയോഗിച്ച് നിർമ്മിച്ചപ്പോൾ സംഭവിച്ച പിഴവാണെന്നും ഇവർ വിശ്വസിക്കുന്നു. ഇതിനു പുറമെ നെതന്യാഹു കാപ്പി കുടിക്കുമ്പോൾ കപ്പിലെ പതയുടെ അളവ് മാറുന്നില്ലെന്നും കാപ്പിയിലെ അഥവാ ലാറ്റെ ആർട്ട് ഒട്ടും ഇളകുന്നില്ലെന്നും നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. സാധാരണ മനുഷ്യൻ കാപ്പി കുടിക്കുമ്പോൾ സംഭവിക്കേണ്ട സ്വാഭാവികമായ മാറ്റങ്ങൾ ഇതിലില്ല എന്നത് വീഡിയോ AI നിർമ്മിതമാണെന്ന വാദത്തിന് ബലം നൽകുന്നു. എലോൺ മസ്കിന്റെ നിർമ്മിത ബുദ്ധി ചാറ്റ്ബോട്ടായ ഗ്രോക്ക് പോലും ഈ വീഡിയോ വ്യാജമാണെന്ന നിഗമനത്തിലേക്ക് ചില ഘട്ടങ്ങളിൽ എത്തിയതായി ചിലർ വിലയിരുത്തുന്നു. ചില ഘട്ടത്തിലല്ല, കൃത്യമായിട്ട് ഡീപ് ഫേക്ക് ആണെന്ന് വിളിച്ചു. ഇതൊരു അഡ്വാൻസ്ഡ് ഡീപ് ഫേക്ക് ആണെന്ന്. ഭഗവാനെ ആലോചിച്ച് നോക്കി, നമ്മുടെയൊക്കെ മക്കളും ജീവിക്കുന്ന ലോകത്ത് AI ഡീപ് ഫേക്ക് വെച്ച് എന്തൊക്കെ നിർമ്മിക്കാം. കാപ്പിയിലെ പതയുടെ ചലനമില്ലായ്മയും നെതന്യാഹുവിന്റെ സംസാര രീതിയും സംശയാസ്പദമാണെന്നാണ് ഗ്രോക്കിലെ പ്രാഥമിക നിരീക്ഷണം. വീഡിയോയുടെ ഒരു ഭാഗത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ 6 വിരലുകൾ ഉള്ളതായി തോന്നിക്കുന്നു എന്നതായിരുന്നു മറ്റൊരു പ്രധാന ആരോപണം. അത് ഈ വീഡിയോയുടെ അല്ല, കഴിഞ്ഞ വീഡിയോയുടെയാണ്. ശരിക്കും അത് കൈയുടെ ഒരു ചുളിവാണ് അങ്ങനെ തോന്നിയത്. AI ചിത്രങ്ങളിൽ കൈകൾ കൃത്യമായി ചിത്രീകരിക്കാൻ പലപ്പോഴും സാങ്കേതിക വിദ്യക്ക് കഴിയാറില്ല എന്ന അത് കറക്റ്റാണ്. ഇതൊരു ഡീപ് ഫേക്ക് വീഡിയോ ആണെന്ന് പലരും ഉറപ്പിച്ചു. എന്നാൽ ഇത് വെറും ഒരു കാഴ്ചാഭ്രമം മാത്രമാണെന്നും ക്യാമറ ആംഗിൾ മൂലമാണ് 6 വിരലുകൾ തോന്നിക്കുന്നതെന്നും പിന്നീട് ചിലർ വിശദീകരിച്ചു. അത് കറക്റ്റാണ്. 6 വിരലില്ല, 6 വിരലുണ്ടെന്ന് തോന്നി. നമ്മളിങ്ങനെ കൈ പിടിക്കുമ്പോ ഈ കൈയുടെ ഈ ഭാഗം ഒരു വിരലായി തോന്നിയതാണ്. നെതന്യാഹു സന്ദർശിച്ച സതാഫ് കഫേ തങ്ങളുടെ ഭാഗം വിശദീകരിച്ച് രംഗത്തെത്തി. പ്രധാനമന്ത്രി അവിടെ വന്നിരുന്നുവെന്നും തങ്ങൾക്കൊപ്പം നിന്ന് ചിത്രങ്ങൾ എടുത്തിരുന്നുവെന്നും അവർ ഇൻസ്റ്റാഗ്രാമിലൂടെ അറിയിച്ചു. വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ക്യാമറ സംഘത്തിന്റെ ചിത്രങ്ങളും അവർ പുറത്തുവിട്ടു. റോയിറ്റേഴ്സ് പോലെയുള്ള അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ നടത്തിയ വസ്തുതാ പരിശോധനയിൽ വീഡിയോയിലെ ഇന്റീരിയറും കഫേയിലെ യഥാർത്ഥ ചിത്രങ്ങളും തമ്മിൽ പൊരുത്തമുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ കഫേയുടെ ഔദ്യോഗിക വിശദീകരണത്തെ പോലും വിശ്വസിക്കാൻ നെറ്റിസൺസ് തയ്യാറായില്ല. കോവിഡ് കാലത്തെ പോലെ ആളുകൾ മാസ്ക് ധരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നതായിരുന്നു അടുത്ത ചോദ്യം. 2021 ആ മാസ്ക് അടക്കമുള്ള കാര്യങ്ങൾ നമുക്കത് പറയാൻ പറ്റില്ല. കാര്യം മാസ്ക് ഓരോരുത്തരുടെയും ഇതാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്തെ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത് ഉപയോഗിച്ചതാണെന്ന ആരോപണവും ഇതിനിടെ ഉയർന്നു. ഈ ഡിജിറ്റൽ തർക്കങ്ങൾക്കിടയിൽ ഏറ്റവും ഗൗരവകരമായത് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമാണ്. നെതന്യാഹുവിനെ ഒരു ക്രിമിനൽ സയനിസ്റ്റ് പ്രധാനമന്ത്രി എന്ന് വിശേഷിപ്പിച്ച ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അദ്ദേഹം ജീവനോടെ ഉണ്ടെങ്കിൽ പിന്തുടർന്ന് വധിക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്ന് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. കുറ്റവാളിയും പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഘാതകനുമായ നെതന്യാഹുവിനെ വിടാതെ പിന്തുടരുമെന്നും അവർ കൂട്ടിച്ചേർത്തു. മേഖലയിലെ ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങളെയും US സൈനിക താവളങ്ങളെയും ലക്ഷ്യമിട്ട് നടത്തുന്ന ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4ന്റെ 52ാം ഘട്ടത്തിന്റെ ഭാഗമായാണ് പ്രസ്താവന പുറത്തുവന്നത്. നെതന്യാഹുവിന്റെ മരണം അല്ലെങ്കിൽ പലായനം ഇസ്രായേലിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും അവർ അവകാശപ്പെട്ടു. ആ യുദ്ധം അങ്ങനെ പോവുകയാണ്. അറിയില്ല ഏതാണ് സത്യം ഏതാണ് തെറ്റ്.
നിങ്ങളുടെ അഭിപ്രായം എന്താ? കമന്റ് ചെയ്യും. നെതന്യാഹു കൊല്ലപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ടോ? AI വീഡിയോ ആണോ? ആണെങ്കിൽ എന്ത്?